KSRTC സ്വിഫ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അവര് സർവീസ് നടത്താൻ ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡ് KSRTCയുടേതാണ്, ഉപയോഗിക്കുന്ന വർക്ക്ഷോപ്പ് മുഴുവൻ KSRTCയുടേതാണ്. അവർ പിരിച്ചെടുക്കുന്ന തുക KSRTCക്കാണ് അടയ്ക്കുന്നത്. എല്ലാം KSRTCയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വിഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് സ്വിഫ്റ്റ് വന്നത്? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണെന്നറിയുമോ? സ്വിഫ്റ്റിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളിൽ ഒരാൾ പോലും സ്ഥിര നിയമനമില്ല, കരാർ നിയമനമാണ്. 715 രൂപയ്ക്ക് കരാറടിസ്ഥാനത്തിൽ പണിയെടുപ്പിക്കുകയാണ് KSRTCയിലെ സ്വിഫ്റ്റ് തൊഴിലാളികൾ. അപ്പോൾ പിണറായി സർക്കാർ ഗൂഢാലോചന നടത്തിയതെന്താ? നമുക്ക് KSRTC സ്ഥിര നിയമനം ഒഴിവാക്കണം. അതിനെന്താ മാർഗം? KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം സ്ഥിര നിയമനം ഒഴിവാക്കിയ ചോദ്യം വരും. അതിന് വളരെ വിദഗ്ധമായ ഒരു കാര്യം ചെയ്തു. ഒരു കമ്പനി അതിനകത്തുണ്ടാക്കി, പൊതുമേഖലാ സ്ഥാപനത്തിനകത്തൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയാണ് അതിന്റെ സ്ഥിര നിയമനം നടത്തേണ്ടതില്ല തീരുമാനിച്ചത്. കരാർ തൊഴിലാളികളെ ഉള്ളൂ, ഒരൊറ്റ തൊഴിലാളിയില്ല, സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ള തൊഴിലാളി. ഈ സംസ്ഥാനത്തെ തൊഴിലെതിരായ ചെറുപ്പക്കാരെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ നടപ്പാക്കുന്നത് KSRTCയിലൂടെ.